ഒരു പ്രശ്നം എങ്ങനെയാണ്, ഒരാൾ വേണമെങ്കിൽ നിങ്ങൾ പിന്നെ ഒന്ന് എഴുതിയെടുക്കുക. ഒരാൾ തന്റെ ശമ്പളത്തിന്റെ 9% 50 രൂപ 50 രൂപ 50 രൂപ സമ്പാദിക്കുന്നു. സമ്പാദിക്കുന്ന തുക 563 രൂപയാണെങ്കിൽ അയാളുടെ ശമ്പളം എത്ര? ഒന്നുകൂടി പറയാം. അയാളുടെ ശമ്പളത്തിന്റെ 9% 50 രൂപ 50 രൂപ സമ്പാദിക്കുന്നു. അയാൾ സമ്പാദിക്കുന്ന തുക 563 ആണെങ്കിൽ അയാളുടെ ശമ്പളം എത്ര? നമുക്ക് എങ്ങനെ ചെയ്യാം? നിങ്ങൾക്ക് സമയം വേണമെങ്കിൽ ടൈം തരാം. അത് കഴിഞ്ഞിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം. കിട്ടുന്നില്ലെങ്കിൽ ഓക്കെ എന്ന് പറയാം. നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിൽ നിങ്ങൾ ഓക്കെ എന്ന് പറയാം, അല്ലെങ്കിൽ ഞാൻ ബാക്കി പറയുന്നുള്ളൂ. സാർ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. എപ്പോ ജോയിൻ ആയിട്ടേ ഉള്ളൂ, സൈറ്റ് കിട്ടിയില്ല. ഒരാൾ തന്റെ ശമ്പളത്തിന്റെ 9% 50 രൂപ 50 രൂപ കൂടുതൽ സമ്പാദിക്കുന്നു. അയാൾ സമ്പാദിക്കുന്ന തുക 563 ആണെങ്കിൽ 563 ആണെങ്കിൽ അയാളുടെ ശമ്പളം എത്ര? ഓക്കെ, ദേവനന്ദൻ ജോയിൻ ചെയ്തത്. ദേവനന്ദൻ ഒരാള് ആ പ്രോബ്ലം ഒന്ന് പറഞ്ഞു കൊടുക്കുക. ആരെങ്കിലും ഒരാൾ. ഒരാളെ പ്രോബ്ലം ഒന്ന് പറഞ്ഞു കൊടുക്കും. ആരാ പറഞ്ഞു കൊടുക്കുന്നേ? ദേവനന്ദൻ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ, കേൾക്കുന്നുണ്ട്. എഴുതിക്കോളൂ. ഒരാൾ തന്റെ ശമ്പളത്തിന്റെ 9% 50 രൂപ കൂടുതൽ സമ്പാദ്യത്തിനായി മാറ്റിവെക്കുന്നു അല്ലെങ്കിൽ സമ്പാദിക്കുന്നു. എങ്കിൽ അയാൾ സമ്പാദിക്കുന്ന തുക 563 രൂപയാണെങ്കിൽ അയാളുടെ ശമ്പളം എത്ര? ഓക്കെ, ദേവനന്ദൻ. അത് നമിത ജോയിൻ ചെയ്തിട്ട് നമിതയ്ക്ക് ആ ചോദ്യം ഒന്ന് പറഞ്ഞു കൊടുക്കും. സാർ ചോദ്യം ഇതല്ലേ, ഒരാൾ തന്റെ ശമ്പളത്തേക്കാൾ പറഞ്ഞു കൊടുത്തോളൂ. നമിത എഴുതിയെടുക്കും. ദേവനന്ദൻ പറയും. ഒരാൾ തന്റെ ശമ്പളത്തേക്കാൾ 50 രൂപ അധികം സമ്പാദിക്കുന്നുവെങ്കിൽ അങ്ങനെയല്ല. ഹലോ, നമിത എഴുതൂ. ഒരാൾ തന്റെ ശമ്പളത്തിന്റെ 9% 50 രൂപ സമ്പാദ്യത്തിനായി മാറ്റിവെക്കുന്നു. അയാൾ മാറ്റിവെക്കുന്ന തുക 563 രൂപയാണെങ്കിൽ അയാളുടെ ശമ്പളം എത്ര?
അല്ല, വീണ ആൻസർ ചെയ്തു, പക്ഷെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, ഒന്നുകൂടി ചെയ്ത് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഓക്കെ അല്ല എന്ന് പറയുന്ന പിന്നെ നമുക്കത് വെറുതെ സമയം കളയണ്ട. നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ ചെയ്യാൻ കഴിയില്ലെങ്കിൽ നോ എന്ന് പറയാം. കിട്ടുന്നില്ല എന്ന് മണിക്കുട്ടി. ഹലോ, ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. നിങ്ങൾ പ്രോബ്ലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നോട്ട് ചെയ്തോളൂ. ഒരാൾ തന്റെ ശമ്പളത്തിന്റെ 9%. 9% 50 രൂപ കൂടുതൽ സമ്പാദ്യത്തിനായി മാറ്റിവെക്കുന്നു. സമ്പാദ്യത്തിനായിട്ട് മാറ്റി വെച്ചു അല്ലേ? അയാൾ മാറ്റിവെക്കുന്ന തുക 563 രൂപയാണെങ്കിൽ 563 ആണെങ്കിൽ അയാളുടെ ശമ്പളം എത്ര? ഓക്കെ, നമ്മൾ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് പലരും. ഇവിടെ നമ്മൾ പിന്നെ 9%-ക്കാൾ 50 രൂപയാണ് നമ്മൾ എന്ത് ചെയ്യണത്, പിന്നെ സമ്പാദ്യത്തിനായി മാറ്റിവെക്കുന്നു. 50 രൂപ കൂടുതൽ ചെലവാക്കുന്നു 9%-ക്കാൾ. അപ്പൊ 9% എത്ര? 9% 513. 513. കാരണം 50 രൂപ കൂടുതൽ, അപ്പൊ 50 രൂപ കുറച്ചാല് നമുക്ക് കിട്ടുന്നുണ്ട് 513. ആ 513 എന്താണ്? അതാണ് ശമ്പളത്തിന്റെ 9%. അതാണ് ശമ്പളത്തിന്റെ 9%. ശമ്പളം എക്സ് ആണെങ്കിൽ, ശമ്പളം എക്സ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ എക്സിന്റെ 9%-ആണ് 513. അപ്പൊ നമുക്ക് എഴുതാം, എക്സ് ഇൻറ്റു ഒരുപോലെ തോന്നിട്ടോ, ആണ് കുഴപ്പം. എക്സ് ഇൻറ്റു 9% എന്ന് പറഞ്ഞാൽ എന്താണ്? 9/100. അതാണ് എന്ത്? ഈ 513. എക്സ് ഇൻറ്റു 9/100 ആണ് 513. അങ്ങനെയാണെങ്കിൽ എക്സ് എത്ര? എക്സ് ആണല്ലോ ശമ്പളം. എക്സ് എത്രയാ? അങ്ങനെയാണെങ്കിൽ എക്സ് എന്ത് വരും? എക്സ് സമം, പിന്നെ ഹരണമാണ് ശരിക്കും യഥാർത്ഥത്തിൽ വരുന്നത്. 513 ഹരിക്കണം 9/100 എന്നാണ് വരേണ്ടത്. അത് ഹരണമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? തിരിച്ചിട്ട് ഗുണിക്കും. അറിയാലോ, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ എങ്ങനെ വരും? 513 ഇൻറ്റു 513 ഇൻറ്റു 100/9 എന്ന് വരും. 9/100 തിരിച്ചിട്ടാൽ 100/9 എന്ന് വരും. ഈ 513 9 വെട്ടിപ്പോവും. എത്ര വരും? 57 എന്ന് വരും. 513 9 കൊണ്ട് ഹരിച്ചാൽ, അല്ലെങ്കിൽ 9 513 വെട്ടി ചെറുതാക്കിയാൽ നമുക്ക് എത്ര കിട്ടും? 57 എന്ന് കിട്ടും. അതൊക്കെ കിട്ടി സാർ. അപ്പൊ 57 എന്ന് കിട്ടിക്കഴിഞ്ഞു. 57 കിട്ടി. പിന്നെ അതിനൊരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ എന്താണ്? 2 0 ചേർക്കുക. ഇത്രേ ഉള്ളൂ. 100 കൊണ്ട് ഗുണിക്കുക 2 0 ചേർക്കുക. അപ്പൊ എത്ര വന്നു? 5700.
ഇതാണ് അതിന്റെ വഴി. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഞാൻ ദേവനന്ദനോട് ആ കണക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞപ്പോ ദേവനന്ദൻ ഞാൻ പറഞ്ഞതല്ല പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ചോദ്യം കൃത്യമായി മനസ്സിലാക്കുന്നില്ല എന്നുള്ള സത്യമാണ്. PSC പരീക്ഷയ്ക്ക് പലരുടെയും പ്രശ്നം അതാണ്. ചോദ്യം വായിച്ചാൽ കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം ഉത്തരം എഴുതാൻ. അത് ചെയ്യുന്നില്ല പലരും. അവരെന്തോന്ന് മനസ്സിലായി, ചോദ്യം വേറെ വഴിക്കും നിങ്ങൾ വേറെ വഴിക്കും ആൻസർ വേറെ വഴിക്കും. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. അപ്പൊ ചോദ്യത്തെ ഇരുത്തിയൊന്ന് വായിക്കണം, അത് മസ്റ്റാണ് കേട്ടോ. അത് ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ചോദ്യം കൃത്യമായി വായിച്ച് എന്താണ് അതിൽ ചെയ്യാനുള്ളത്, എന്താണ് കണ്ടെത്തേണ്ടത് എന്നുള്ള തീരുമാനത്തിൽ നമ്മൾ എത്തണം. അതാണ് ഫസ്റ്റിൽ പണി. ഓക്കെ വീണ, കുഴപ്പമില്ല. അപ്പൊ അതാണ് അതിലെ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങളോട്, PSC പരീക്ഷയാവുമ്പോൾ മാത്സ് പ്രത്യേകിച്ചും ചോദ്യം കൃത്യമായിട്ട് വായിച്ച് ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അതിന്റെ ആൻസറിലേക്ക് പോകാൻ. അങ്ങനെയാണെങ്കിൽ പിന്നെ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കാര്യം. അപ്പൊ ഇത് ഓക്കെ എന്ന് കരുതുന്നു. ഞാൻ ഓക്കെ അല്ലാത്ത വല്ലവരും ഉണ്ടെങ്കിൽ പറയാം. യെസ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, വളരെ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്താൽ മതി. സാറേ ഈ 5700 എന്ന് പറയുന്നത് ശമ്പളാണ്, ശമ്പളമായിട്ടാണ് വരുന്നത്. അയാളുടെ ശമ്പളാണ്. അതിന്റെ 9% എത്ര, 513 പ്ലസ് ഒരു 50 രൂപയും കൂടി അയാൾ സമ്പാദിക്കുന്നു. അതാണ് 563 രൂപ. നമ്മൾ കിട്ടുന്ന ശമ്പളം മൊത്തം സമ്പാദിക്കാൻ പറ്റുമോ? ഇല്ല. ഞാനെന്താ ചെയ്തെന്ന് പറഞ്ഞാൽ ഈ 513 ഇല്ലേ, അതിന്റെ 9%, 9നെ കൊണ്ട് ഹരിച്ചപ്പോ എനിക്ക് 57 കിട്ടി. അതന്നെ ചെയ്തത്. അതാണ് 100. എന്നിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ. അതാണ് 100/9 എന്ന് പറയണത്. ഞാനവിടെ വൈറ്റ് ബോർഡിൽ എഴുതിയിട്ട് 513 ഇൻറ്റു 100/9. അപ്പൊ 9ഉം 513 വെട്ടിച്ചെറുതാക്കുക. എന്ന് പറയുന്നത് 9% അല്ലേ ആവുന്നുള്ളൂ. എത്രയാണ്? ഈ 57 എന്ന് പറയുന്നത് 9% അല്ലേ വരുന്നത്? അല്ല, 57 എന്ന് പറഞ്ഞാൽ എന്താ, 1%. അതുകൊണ്ടാണ് നിങ്ങൾ 9 കുറച്ചത്. 1%. 1%. അവിടെ എനിക്ക് കൺഫ്യൂഷൻ വന്നത്. ബാക്കിയൊക്കെ കറക്റ്റാ. 57 1%. അതിന് 100 കൊണ്ട് ഗുണിച്ചാൽ ഫുള്ളായി. ഓക്കെ, നമ്മൾ അടുത്ത കണക്കിലേക്ക് പോയാൽ വെറുതെ സമയം വേസ്റ്റ് ആക്കണ്ട. നമ്മൾ പരമാവധി ഉപയോഗിക്കാൻ കഴിയും, സമയത്ത് ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെയാണ് നമുക്ക് കുറച്ചുകൂടി സ്പീഡിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഒരു ചോദ്യം എഴുതിക്കോളൂ. ഒരു വാച്ചിന്റെ വില 20% കൂട്ടിയ ശേഷം 10% കുറച്ചാൽ, ആദ്യം 20% കൂട്ടി പിന്നെ 10% കുറച്ചു, അതിന്റെ വിലയിൽ ഉണ്ടാകുന്ന മാറ്റം എന്ത്? ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. എൻ്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ മാത്രം സഹായിച്ചാൽ മതിയല്ലോ. കാരണം PSC പരീക്ഷ എഴുതാൻ നിങ്ങളാണ്, ഞാനല്ല. അപ്പൊ കഴിയുന്നതും ഒറ്റയ്ക്ക് ചെയ്യാൻ നോക്ക്. അതിന്റെ വിലയിലുണ്ടാകുന്ന മാറ്റം എത്രയാണ്? മാറ്റം എന്താണ്? കാരണം എത്ര ശതമാനം മാറ്റം വന്നു എന്ന് ചോദിച്ചു. ഒരു വാച്ചിന്റെ വില 20% കൂട്ടിയ ശേഷം 10%
വീണ എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് ശരിയല്ല. വീണ ഒന്നുകൂടി നോക്കാം. എത്ര മാറ്റം വന്നു? ആദ്യത്തേതിന് എത്ര മാറ്റം വന്നു? 12 റുപ്യ കുറയും. എങ്ങനെ കുറയും? അങ്ങനെയല്ലല്ലോ ചോദ്യം. എന്താ അതിലെ മൊത്തത്തിലുള്ള മാറ്റമാണ് ചോദിക്കുന്നത്. 12 രൂപ എന്ന് പറയരുത്, അത് തെറ്റാണ്. 12 ശതമാനം എന്ന് പറയും. ശതമാനം എന്ന് വേണേൽ പറഞ്ഞു, രൂപ എന്ന് പറയരുത്. ഇവിടെയാണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിച്ചു നോക്കുക. 12 ശതമാനം കയ്യിൽ വരുന്നുണ്ട്, പക്ഷെ ആൻസർ അതായി. വിലയിലുണ്ടാകുന്ന മാറ്റമാണ് നമ്മൾ ചോദിച്ചത്. കുറയും എന്നുള്ളത് നമുക്ക് കുറയില്ല. ഒരിക്കലും ഒരു കച്ചവടക്കാരൻ നഷ്ടത്തിൽ കച്ചവടം ചെയ്യില്ല. ഒരിക്കലും പിന്നെ പഴയ വിലയിനേക്കാൾ കുറയൊന്നുമില്ല ആദ്യത്തെ. ഓക്കെ, എത്ര കൂടും എന്നാണ് ചോദ്യം. 8 രൂപ കൂടും. ഓക്കെ, 8 രൂപ എന്ന് പറയുന്നത് 8% എന്ന് പറയും. 8%. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. ഇനി ബാക്കിയുള്ളവർ വെയിറ്റ് ചെയ്യണോ? വെയിറ്റ് ചെയ്യണമെങ്കിൽ വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ അതിന്റെ ഒരു ഇതിലേക്ക് പോകും. ഓക്കെ, നമ്മള് പിന്നെ ഇങ്ങനത്തെ ഒരു കണക്കിലേ നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ എക്സാമ്പിൾ സ്റ്റാർട്ട് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. നമുക്ക് സമയത്തിന്റെ പ്രശ്നം, പെട്ടെന്ന് ഉത്തരം കിട്ടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എളുപ്പമുള്ള പണി എന്ന് പറഞ്ഞാൽ അതിന്റെ വാച്ചിന്റെ വില 100 രൂപയാണെന്നാണ് കരുതുക. നമ്മൾ ആദ്യം 100 രൂപയാണെന്ന് കരുതുക. അപ്പൊ 100 രൂപയാണെങ്കിൽ അതിന്റെ 20% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20% എന്ന് പറഞ്ഞാൽ 20 രൂപയാണ്. 100ന്റെ 20% എന്ന് പറഞ്ഞാൽ 20 രൂപയാണ്. അപ്പൊ ആദ്യം അയാൾ എന്ത് ചെയ്തു? 20 രൂപ കൂട്ടി. 20 രൂപ കൂട്ടിയപ്പോ എത്ര കിട്ടി? വാച്ചിന്റെ വില 100 ആയിരുന്നു, ഇപ്പൊ 20 രൂപ കൂട്ടി. അപ്പൊ എത്ര വന്നു? 120. 120 ആ 120ന്റെ 10% പിന്നെ കുറച്ചത്. അല്ലാതെ 100ന്റെ 10% അല്ല, കൂട്ടിയതിന്റെ 10%. അത് അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. പലരും ചെയ്യാന്ന് വെച്ചാല് എന്താ ഇത് വളരെ ഈസി അല്ലേ, 20% കൂട്ടി 10% കുറച്ചു, അപ്പൊ വ്യത്യാസം 10%. അതല്ല, അങ്ങനെ പിന്നെ ഒരു ചോദ്യം എന്തായാലും PSC ചോദിക്കൂല. കാരണം അത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യം, ആർക്കും എഴുതാവുന്ന ഉത്തരം. അതൊരിക്കലും ചോദിക്കില്ല. ഇപ്പൊ എന്തോ ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ടാവുന്ന ഉറപ്പാണ്. ഈ 120ന്റെ 10% കുറച്ചത്. 120ന്റെ 10% എന്ന് പറഞ്ഞാൽ എത്രയും 12 രൂപ കുറച്ചു. ഇപ്പൊ എന്താ സംഭവിച്ചത്? ആദ്യം 20 രൂപ കൂട്ടി, പിന്നെ 12 രൂപ കുറച്ചു. അപ്പൊ ഇപ്പൊ വാച്ചിന്റെ വില എത്ര? വാച്ചിന്റെ വില 108. 100 രൂപ ഉണ്ടായിരുന്നു, 108. 100 രൂപ 108 എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം? 8% കൂടി. 8% കൂടിയത്. ഇതാണ് സിമ്പിൾ വഴി, വളരെ എളുപ്പത്തിലുള്ള വഴിയാണ് ഈ പറഞ്ഞത്. ഇനി എക്സ് വെച്ചിട്ടൊക്കെ വേണമെങ്കിൽ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇത് ഓക്കെ ആയാൽ പിന്നെ അത് വേണ്ടല്ലേ? വേണോ? എക്സ് ഒക്കെ വെച്ചിട്ട് വേണോ? ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞു തരാം. പക്ഷെ ഇങ്ങനത്തെ കണക്കുകൾ ഏറ്റവും ഈസി ആയിട്ടുള്ള വഴി ഇതാണ്. സിമ്പിൾ മെത്തേഡ് മതി. എക്സ് ഒക്കെ വെക്കുമ്പോഴാണ് അതാണ്, എക്സ് ഒക്കെ വെക്കുമ്പോഴാണ് കഴിയുന്നത് എക്സിലേക്കൊന്നും പോവാതിരിക്കുകയാണ് എപ്പോഴും നല്ലത്. കൺഫ്യൂഷൻ കൂടും. അത് അത്ര എക്സ്പെർട്ട് ആവണം മാത്സിൽ. എന്നാൽ കുഴപ്പമൊന്നുമില്ല, എക്സ് വെച്ചാലും ഏതിനും എക്സ് വെച്ചിട്ട് കളിക്കാം, അതൊക്കെ ശരിയാണ്. പക്ഷേ അത് അത്ര എക്സ്പെർട്ട് ആയ ആളുകൾക്കാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വെറുതെ നമ്മളെ കോംപ്ലിക്കേഷന് പോകണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ ആൻസർ 8% എന്നാണ്. ഞാൻ ആർക്കും ഓക്കെ ആയിട്ടില്ലെങ്കിൽ ചാറ്റ് ചെയ്യാൻ. ഓക്കെ ആയിട്ടില്ല, ഓക്കെ ആയിട്ടില്ലെങ്കിൽ മാത്രം ചാറ്റ് ചെയ്യാം. ഓക്കെ ആയാൽ പിന്നെ ചാറ്റ് ചെയ്യാം. എല്ലാവരും ഓക്കെ ആണെന്നാ പറഞ്ഞത്, ആയിക്കോട്ടെ.
അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം എഴുതിക്കോളൂ. ഒരു സംഖ്യയുടെ പതിനഞ്ച് ശതമാനവും 40% തമ്മിലുള്ള വ്യത്യാസം തമ്മിലുള്ള വ്യത്യാസം 125 ആയാൽ സംഖ്യ ഏത്? അതായത് ഒരു സംഖ്യയുടെ 40% ആ സംഖ്യയുടെ 15% കുറച്ചാൽ എത്ര കിട്ടും? നമ്മൾ പറഞ്ഞ 125 കിട്ടും. എങ്ങനെയാണെങ്കിൽ സംഖ്യ ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ വീണ, ഓക്കെ. ദേവനന്ദൻ, ഓക്കെ. നമിത, ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഏകദേശം ധാരണകളുണ്ട്. 500 അല്ലേ സാർ? 500 ആണ്. വേറെ ആർക്കും കിട്ടാത്തുണ്ടെങ്കിൽ മാത്രം കമന്റ് ചെയ്യാം. അപ്പൊ ഞാൻ വിശദീകരിച്ചു തരാം. കിട്ടണമെന്നുണ്ടെങ്കിൽ വിശദീകരിക്കേണ്ട, അല്ലെങ്കിൽ കിട്ടാത്തുണ്ടെങ്കിൽ മാത്രം പറയാം. നിങ്ങൾ ക്രിയകൾ ചെയ്തിട്ടാണോ അതോ മനസ്സിൽ കണക്കൂട്ടിയിട്ടാണോ ചെയ്തത്? എന്താ ചെയ്തത്? ഇത് മനസ്സിൽ കണക്കൂട്ടാവുന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വളരെ സിമ്പിളാണ്. 40% ഈ 15%-ക്കാൾ 40% എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ് കൂടുന്നത്? 15 40 തമ്മിലുള്ള വ്യത്യാസം എത്ര? 25%. അല്ലേ? 25% വ്യത്യാസം. 25% എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. അതെന്താ 25% എന്ന് പറഞ്ഞാൽ തന്നെ അതിനെ നമുക്ക് പല രീതിയിൽ എഴുതാം. ഭിന്നസംഖ്യയായ 1/4 എന്ന് എഴുതാം. 25% 1/4, 1/4 ഭാഗം എന്നുള്ള അർത്ഥമുണ്ട് 25%. 0.25 എന്നുള്ള ഭിന്നസംഖ്യാ രൂപവും അതിനുണ്ട്. ഇതൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പൊ അതായത് ഒരു സംഖ്യയുടെ 4/1 ഈ 125. അപ്പൊ അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏതാണ്? ആ സംഖ്യ 125ന്റെ 4 ഇരട്ടിയാണ്. സംഖ്യയുടെ 4/1 125 ആണെങ്കിൽ സംഖ്യ 125ന്റെ 4 ഇരട്ടിയാണ്. എന്ന് പറഞ്ഞാൽ 125 × 4, അത് ആണ് 500. ഓക്കെ ആയോ? ഓക്കെ സാർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു പ്രോബ്ലം എഴുതാം. ഈ ടൈപ്പ് ആൻസർ കണ്ടെത്താൻ വേറെ എന്തെങ്കിലും രീതി ഉണ്ടോ സാർ? ഏതിന്റെ? മനക്കണക്കല്ലാണ്ട്. മനക്കണക്കല്ലാതെ എന്താ പറഞ്ഞ അത് ചെയ്യാം. അത് ഇങ്ങനെ വരും. അത് കുറച്ചുകൂടി കോംപ്ലിക്കേഷൻ ആവില്ലേ ചെയ്യാം. റിസ്ക് അല്ലേ? വേണമെങ്കിൽ പറഞ്ഞുതരാം, കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞുതരാം. അത് ഇത്രയേ ഉള്ളൂ. മനസ്സിലാക്കാൻ ആയിക്കോട്ടെ. ഇതിന്റെ ശരിക്കുള്ള മാത്സ് എന്താന്ന് ഞാൻ പറഞ്ഞു. ശരിക്കും കണക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ വരും. എക്സ് ആണ് സംഖ്യ എന്ന് വിചാരിക്കുക. അപ്പൊ എക്സ് ഇൻറ്റു 40% 40/100. അതും നമ്മളെ 15% തമ്മിലുള്ള വ്യത്യാസമാണ് 125 എന്ന് പറഞ്ഞാൽ ഇതിന്ന് എന്ത് ചെയ്യണം? അതിൽ നിന്ന്
കുറയ്ക്കണം. എന്ത് കുറയ്ക്കണം? x ഇൻറ്റു 15/100. അപ്പൊ എക്സ് പൊതുവാണ്. അപ്പൊ പൊതുവായ എക്സിന്ന് എക്സ് പുറത്തേക്ക് എടുത്താൽ ബാക്കി എന്ത് വന്നു? 40/100 മൈനസ് 15/100. അത് മനസ്സിൽ കണക്കൂട്ടിയാ പോരെ? സ്റ്റെപ്പ് ആവശ്യമില്ലല്ലോ. അപ്പൊ എന്ത് കിട്ടി? അപ്പൊ എക്സ് ഇൻറ്റു 25/100 വെട്ടിച്ചുരുക്കിയപ്പോ 4 കിട്ടി. എക്സ് ഇൻറ്റു 25/100 അതാണ് എന്ത്? ഈ പറഞ്ഞ 125. എക്സ് ഇൻറ്റു 25/100 വേണമെങ്കിൽ വെട്ടിച്ചെറുതാക്കി എത്ര വരും? 1/4 എന്ന് വരും. അപ്പൊ എക്സ് ഇൻറ്റു 1/4 ആണ് 125. അപ്പൊ എക്സ് എത്രയാ? എക്സ് സമം എക്സ് 4 × 125 സമം ശരിയായത് 125 എക്സ് സമം ശരിയായത് കണക്ക് എങ്ങനെ വെച്ചാൽ 125 ഹരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈ 125 ഹരിക്കണം. ശ്രദ്ധിക്കുക, 125 ഹരിക്കണം 25/100 യഥാർത്ഥ കണക്ക് അതാണ്. 125 ഹരിക്കണം 25/100 എന്നാണ്. ഹരണത്തിന് നമ്മൾ ഗുണനാക്കുമ്പോൾ എന്ത് സംഭവിക്കും? തല തിരിച്ചിട്ട് ഗുണിക്കും. 125 ഇൻറ്റു 100/100/25 100/25 എന്ന് പറഞ്ഞാൽ അത് 4ആണ്. 125 ഇൻറ്റു 4 500. ഇത്ര ആവശ്യമുള്ളൂ. ഇതാണ് കണക്കിന്റെ വഴി. പക്ഷെ അതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് മറ്റതല്ലേ? കാൽക്കുലേഷൻ കുറച്ചുകൂടി ഈസി അതായിരിക്കും. ഇന്ന് മനസ്സിൽ കണക്ക് കൂട്ടിയാൽ മതി. ഈ ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്ത് നോക്കാം. ഒരു വൃത്തത്തിന്റെ ആരം ഒരു വൃത്തത്തിന്റെ ആരം 50% വർദ്ധിപ്പിച്ചാൽ 50% വർദ്ധിപ്പിച്ചാൽ വിസ്തീർണത്തിൽ വരുന്ന വർധനവിന്റെ ശതമാനം എത്ര? വർധനവിന്റെ ശതമാനം എത്ര? πr² ഒക്കെ ചെയ്യണ്ടല്ലോ സാർ? πr² അതിന്ന് കുറെ വിടണം നമ്മൾ. അത് അവിടേക്കാണ് വരേണ്ടത്. ഇപ്പൊ എല്ലാം കൂടി കുറച്ച് മനക്കണക്കും മറ്റും കൂടി ആയ വളരെ ഈസി.
100% അല്ല കേട്ടോ. ചെറിയൊരു മിസ്സിങ് വരും. നോ ഐഡിയ. ഇവിടെ നമ്മൾ നേരത്തെ ഒരു ടെക്നിക്കിലൂടെ ആദ്യം പോവാം. എങ്ങനെയാ? ആരം 100 കരുതുക. ആദ്യം 100 കരുതുക. എന്നാ കുറച്ചുകൂടി ഈസി ആവും. അപ്പൊ അതിന്റെ 50% ആകുമ്പോ എത്ര വന്നു? 150. അപ്പൊ ആരം 150 മാറും. ശതമാനമാകുമ്പോ എപ്പോഴും നല്ല 100 കണക്കൂട്ടുന്നു. അപ്പോ എന്ത് സംഭവിച്ചു? എവിടെയാണ് വ്യത്യാസം വരിക? എവിടെ വ്യത്യാസം വരിക? ആർ സ്ക്വയറിൽ മാത്രമേ വരുള്ളൂ. പൈ പൊതുവായിട്ട് വരും. അപ്പൊ എന്ത് സംഭവിക്കും? അപ്പോ നമുക്ക് 150/100 അതിന്റെ സ്ക്വയർ മൈനസ് 100ന്റെ സ്ക്വയർ എന്നുള്ള അർത്ഥത്തിൽ വരും. അതില് 0 വെട്ടി ചെറുതാക്കിയാല് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? 15ന്റെ സ്ക്വയർ എടുത്തിട്ട് മുന്നോട്ട് പോകാം. സാർ അതൊന്ന് ബോർഡിൽ ചെയ്ത് കാണിച്ചോ? ബോർഡിൽ ചെയ്യണമെങ്കിൽ നോക്കാം. ഒരു മിനിറ്റ് ഒന്ന് ക്ലിയർ ചെയ്തോട്ടെ. ശരിക്കും യഥാർത്ഥത്തിൽ എങ്ങനെയാ വെച്ചാല് പിന്നെ നമ്മൾ കൂടിയതിനെ നമ്മൾ പിന്നെ എന്താ പറയാ, നമുക്കറിയാം പൈ ആർ സ്ക്വയർ ആണ് ഇതിന്റെ പൈ എന്നുള്ളത് എഴുതാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ എന്താ ചെയ്യാ? ആരം എക്സ് ആയിരുന്നു വിചാരിക്കുക. എക്സ് ആയിരുന്നു എന്ന് വിചാരിക്കുക. എക്സിന്റെ എത്ര ശതമാനം കൂടി? എക്സിന്റെ 150% കൂടി. 50% കൂടി എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു 150/100. അതാണ് ഇപ്പോഴത്തെ ആരം. അതിന്റെ സ്ക്വയറിലാണ് പൈ ആർ സ്ക്വയറിലാണ് വരിക വ്യത്യാസം. 150/100 എന്നാണ് എന്തായി? 150/100 എന്ന് പറഞ്ഞാൽ 1.5 എന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര വ്യത്യാസം വരും? ഇതിന്റെ സ്ക്വയർ മൊത്തം എടുക്കുമ്പോൾ എത്ര വ്യത്യാസം വരും? 1.5 ആണെങ്കിൽ പിന്നെ എത്ര വരും? 2.25. 150 എന്ന് പറയുമ്പോൾ 1.5ന്റെ സ്ക്വയർ 2.25. ഇപ്പൊ 2.25 എക്സ് സ്ക്വയർ ആയി. ഇപ്പൊ നമ്മളുടെ ഏത് നമ്മളെ വിസ്തീർണം 2.25. അത്രയും എക്സ് സ്ക്വയർ എന്ന് എഴുതാനും ബുദ്ധിമുട്ടാണ്. ഇതിൽ എക്സ് സ്ക്വയർ ആണ് ഇപ്പോഴത്തെ അതിന്റെ ഏത് വർദ്ധിച്ചപ്പോൾ ആ വൃത്തത്തിന്റെ വിസ്തീർണം. ഞാൻ പൈ ഒഴിവാക്കാണ്. പൈ പൊതുവായതുകൊണ്ട് വേണ്ട, ആർ സ്ക്വയർ മാത്രം എടുത്താൽ മതി, അത്ര ആവശ്യമുള്ളൂ. ഇനി ഇപ്പൊ 2.25 എത്രയാണ്? ആ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു എക്സ് ആണെങ്കിൽ അങ്ങനെ എഴുതാം. എക്സ് സ്ക്വയർ എഴുതാനേ ബുദ്ധിമുട്ടുള്ളൂ. എക്സ് ഇൻറ്റു എക്സ്. അപ്പൊ മുമ്പ് എത്ര ആയിരുന്നത്? മുമ്പ്
മുമ്പത്തെയായിരുന്നു x² എന്ന് പറയാം അല്ലേ? അപ്പൊ ഈ ഇതിൽ നിന്ന് x² കുറച്ചാൽ എത്ര വരിക? 1.25 x² എന്ന് കിട്ടും. 1.25 x² എന്ന് കിട്ടും. 1.25 x² എന്ന് പറഞ്ഞാൽ എത്രയാണ് അതിൽ വ്യത്യാസം വരുന്നത്? 125%. ഇത് ഞാൻ ഒരു കാര്യം ചെയ്യാം. അതെ, നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. ഞാൻ വാട്സപ്പിൽ ക്ലിയർ ആക്കി തരാം, ഒരു പേപ്പറിൽ എഴുതിയിട്ട്. അപ്പോഴേ മനസ്സിലാവുള്ളൂ. കാരണം ഇവിടെ x² ഒക്കെ എഴുതാൻ ബുദ്ധിമുട്ടുണ്ട്. അതല്ല നല്ലത്? അതാണ് സാർ നല്ലത്. അതായിരിക്കും നല്ലത്. കാരണം ഇതിലൂടെ നമ്മളിപ്പോ ചർച്ച ചെയ്താൽ ഇത് സൊല്യൂഷൻ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കൃത്യമായിട്ട് അത് ഇതിലേക്ക് എഴുതി തരാം. ഒരു വൈറ്റ് പേപ്പറിൽ എഴുതിയിട്ട് കണക്ക് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള രീതി ചെയ്തിട്ട് വാട്സാപ്പിൽ കണ്ടു. സാറേ ആൻസർ എത്ര വരുന്നൊന്ന് പറയൂ. 125%. ആൻസർ 125% കേട്ടോ. 100%, 125% ആൻസർ വരും. അതുകൊണ്ട് ഈ വൈറ്റ് ബോർഡ് ഉപയോഗിക്കുമ്പോൾ x² എന്നൊക്കെ എഴുതാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഇത് സാധാരണ കണക്കിന് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അപ്പൊ അതിന്റെ ഒരു കോംപ്ലിക്കേഷൻ അതിലുണ്ട്. അപ്പൊ ഞാൻ അത് ചെയ്തു തരാം നിങ്ങൾക്ക് കേട്ടോ. അപ്പൊ എളുപ്പമുണ്ടോ? ഓക്കെ ഓക്കെ സാർ. ഓക്കെ. അപ്പൊ ഇന്ന് തൽക്കാലം നിർത്തുകയാണ്. ബാക്കി 1-2 കാണുമ്പോഴാണെങ്കിൽ നാളെയും കൂടി നമുക്ക് ഇതിന്റെ ഒരു ശതമാനത്തിന്റെ ഡിസ്കഷനിലേക്ക് പോകാം. നമുക്ക് പ്രശ്നങ്ങളിൽ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. നാളെ കൂടി നമുക്ക് ശതമാനം, അതല്ല നല്ലത്, നാളെ കൂടി ശതമാനം എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. Good night all.